ടി.പി. ജയചന്ദ്രൻ മാഷ് ബി.ജെ.പി. പ്രതിനിധി നമുക്കൊപ്പം ചേരുന്നു. ടി.പി. ജയചന്ദ്രൻ മാഷ്, നോക്കൂ, ഇത് 2019 കണ്ട ഒരു പ്രതിഭാസത്തിന്റെ ആവർത്തനം എന്നതിനും അപ്പുറം ബി.ജെ.പിക്ക് ആഹ്ലാദം നൽകാൻ ഒരു സീറ്റും എന്നതിനും അപ്പുറം ഈ 3% വർധനവ് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പി. നേടാൻ പോകുന്ന നേട്ടമായി നിങ്ങൾ എങ്ങനെയാണ് കണക്കുകൂട്ടുക? കാരണം ആദ്യമായി തന്നെ താമര വിരിയിച്ച സ്ഥാനാർത്ഥി പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ വിജയമല്ലെന്നും തന്റെ വ്യക്തിപ്രഭാവത്തിന് കിട്ടിയ വോട്ടാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ട്രെൻഡായിട്ട് കാണാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ടി.പി. ജയചന്ദ്രൻ മാഷെ. അരുണെ, വളരെ കൃത്യമായിട്ട് നമുക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ ഡാറ്റകൾ വെച്ച് വിശകലനം ചെയ്യുമ്പോൾ ഈ അവകാശവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 19 MP-മാരുണ്ടായിരുന്ന UDF-ന് 18 MP-മാരെ കിട്ടുന്നു. നോക്കൂ, കേരളത്തിൽ കുറേ കാലമായി പ്രവർത്തിക്കുന്ന ഒരു കുറുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ വളരെ വിശദമായിട്ടും വ്യക്തമായിട്ടും പുറത്തു വന്നു. ഒരു നേർച്ചക്കോഴിയെപ്പോലെ ഒരു കോൺഗ്രസ് നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാന മത്സര സ്ഥലങ്ങളിലൊക്കെ വന്ന് അവിടെ വോട്ടുകൾ ബൾക്കായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് മറച്ചു കൊടുത്ത് അവരുടെ കുറുമുന്നണിക്ക് രൂപം കൊടുത്തിരുന്നത് ആദ്യമായി കേരളത്തിൽ പരാജയപ്പെടുന്നത് തൃശ്ശൂരിലാണ്. അതിൻ്റെ കലാപത്തിൻ്റെ തുടക്കവും കുറിച്ചു. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും അവരുടെ മുന്നണിയുടെ ജില്ലയുടെ ചുമതലക്കാരനുമൊക്കെ സ്ഥാനം തെറിക്കുകയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കരുത് എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നു എന്ന് സംശയിച്ചാൽ നമുക്ക് ആരെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? ഡോക്ടർ അരുൺകുമാർ, എന്തുകൊണ്ടാണ് കെ മുരളീധരൻ തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്ന കോൺഗ്രസിൻ്റെ വീഴ്ചകളെക്കുറിച്ചും ഏതൊക്കെ നേതാക്കന്മാർ എന്തൊക്കെ ചെയ്തു എന്ന ചോദ്യത്തിന് ഒരു അന്വേഷണം നടത്തേണ്ട എന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള മനഃശാസ്ത്രം എന്താണ്? ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്കുള്ള ഉത്തരം കേവലം ഒരു 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 അപ്രതീക്ഷിതമായ വിജയമാണോ കേരളത്തിലുണ്ടായത്? നോക്കൂ ഡാറ്റകൾ. 2019 31 ലക്ഷം വോട്ടുകൾ, 31,56,000 വോട്ടുകളായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. അതിന്ന് 38,37,000 ആകുമ്പോൾ BJPയുടെ വോട്ടിംഗ് ശതമാനം താങ്കൾ പറഞ്ഞ 3-ലേക്ക് വരുന്നു. അഹങ്കരിക്കുന്ന കോൺഗ്രസിന് 96 ലക്ഷം വോട്ടുള്ളത് 90 ലക്ഷമായി കുറയുന്നു. 47.28% നിന്ന് 45.14 ആവുന്നു. 71,24,000 വോട്ട് കിട്ടിയിരുന്ന ഇടതുപക്ഷത്തിന് 66,65,000 ആകുമ്പോൾ 4.5 ലക്ഷം വോട്ടുകൾ. ഈ ക്രോസ് വോട്ടിംഗ് നടന്നിട്ട് പോലും ഒരു പരസ്പര ധാരണയിലുണ്ടായ കുറുമുന്നണി ഇന്ത്യ രാജ്യത്തിലെ NDAയുടെ ഘടകകക്ഷികൾ തമ്മിൽ നടത്തിയിട്ടും ഇരു മുന്നണികൾക്കും വോട്ട് കുറയുക മാത്രമല്ല. ടി.പി. ജയചന്ദ്രൻ മാഷെ, 9 മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. അരുൺകുമാറെ, അതിനു മുമ്പ് BJPക്ക് എത്ര മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശ് ഉണ്ടായിരുന്നു എന്നതും കൂടി നമ്മൾ നോക്കണ്ടേ? 3-ാം സ്ഥാനത്ത് പോയവരെ നമ്മൾ നോക്കണ്ടേ? അതൊക്കെ നിങ്ങൾ വിട്ടേക്കൂ. അരുൺകുമാർ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ധർമ്മടം മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ബൂത്തിൽ 53 വോട്ട് കിട്ടിയ BJPക്ക് 115 വോട്ടുകൾ നേടാനായത് ചില്ലറ കാര്യമാണോ? എളമരം കരീമിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ കോഴിക്കോട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടുകൾ അദ്ദേഹത്തിന് 2-ാം സ്ഥാനത്താക്കുകയും BJP 1-ാം സ്ഥാനത്തെയും ചെയ്യുന്ന നിസ്സാരമാണോ? കോഴിക്കോട്ടെ സിറ്റിംഗ് MLA തോട്ടത്തിൽ രവീന്ദ്രൻ്റെ ബൂത്തിൽ BJP 1-ാം സ്ഥാനത്ത് വരുന്നത് നിസ്സാരപ്പെട്ട കാര്യമാണോ? നോക്കൂ, ഇവിടെ മറ്റൊന്നും കൂടി നമ്മൾ അറിയണം അരുൺകുമാറെ. രാഷ്ട്രീയ നിരീക്ഷണം നടത്താൻ താങ്കളെപ്പോലുള്ളവർ പഠിക്കേണ്ട കാര്യമാണ്. മൊറാഴ, കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പാകപ്പെട്ട സമരമുഖത്തുള്ള ആ മണ്ഡലത്തിലെ മൊറാഴയിലെ സമരമുഖത്ത് BJPക്ക് 176 വോട്ടുകൾ കിട്ടിയിരിക്കുന്നു. ധർമ്മടം മണ്ഡലത്തിൽ, ഇവിടെ ആലപ്പുഴയിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ വിപ്ലവത്തിൻ്റെ വിത്ത് വാങ്ങിയ മണ്ണിൽ അതിപ്പോൾ സുധാകരൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ രാഷ്ട്രീയമായി നിരീക്ഷിച്ച് മനസ്സിലാക്കണം. കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പന്മാരുടെ വീടുകളിൽ മാത്രമല്ല, കെ കരുണാകരൻ്റെയും AK ആന്റണിയുടെയും വീടുകളിൽ മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങളുടെ വോട്ട് ബാങ്കുകളിൽ പോലും ഭാരതീയ ജനതാ പാർട്ടി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതായിട്ട് സുധാകരനും ഏറ്റവും അവസാനം P ജയരാജനും ഒക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഐക്യജനാധിപത്യ മുന്നണി നേടിയ നേട്ടമല്ല, ഭാരതീയ ജനതാ പാർട്ടി നേടിയ നേട്ടമാണ് എന്നെ അസ്വസ്ഥമാക്കുന്നത് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നുവെങ്കിൽ അരുൺകുമാറെ, സൂക്ഷ്മമായി രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു കാര്യം ബോധ്യപ്പെടും. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഈ കാലാകാലങ്ങളിലായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയെ തടയാൻ കാട്ടിയ അവിശുദ്ധമായ സഖ്യം, ആ സഖ്യം ഇന്ന് മറനീക്കി പുറത്തു വരുമ്പോൾ അതിനെയും മറികടന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുകയും അത് ഇരു മുന്നണികളുടെയും ഉറക്കം കെടുത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ വഴക്കും പത്കാണും തൃശ്ശൂരിൽ ഉണ്ടാകുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനുമെതിരായുള്ള കള്ളപ്രചരണങ്ങളെ മറികടന്ന് കേരളവും ദേശീയതയ്ക്കൊപ്പം
പാകപ്പെട്ടു തുടങ്ങിയതിന്റെയും സൂചനയാണ് വരും പക്ഷേ നിങ്ങൾ നാളുകളിൽ എത്ര നടക്കാൻ പോകുന്ന ശ്രമിച്ചിട്ടും വലിയ നിങ്ങൾ രാഷ്ട്രീയ അനിൽ ആന്റണി മുന്നേറ്റത്തിന്റെ രണ്ടാം സ്ഥാനത്ത് ഒരു പോലും കൊണ്ടുവരാൻ ചൂണ്ടുപലകയാണ്. കഴിഞ്ഞില്ലല്ലോ ടി പി ജയചന്ദ്രൻ. നോക്കൂ, ഇവിടെ നടന്ന മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങളിൽ ഒന്ന് പത്തനംതിട്ടയായിരുന്നു. അവിടെ കാര്യമായ ക്രിസ്ത്യൻ ബെൽറ്റുള്ള മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഇൻട്രോഡ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. കോട്ടയത്ത് നിങ്ങൾ കരുതിയതുപോലെ ക്രിസ്ത്യൻ വോട്ടുകൾ നിങ്ങളിലേക്ക് ഒഴുകിയെത്തിയില്ല. എന്തിനേറെ തിരുവനന്തപുരത്ത് പോലും LC വിഭാഗത്തിന്റെ വോട്ട് നിങ്ങളിലേക്ക് ഒഴുകിയെത്തിയില്ല. തൃശ്ശൂരിൽ മാത്രമായുള്ളൊരു പ്രതിഭാസം, ഞാനതിനെ ഒരു മിന്നൽ പ്രതിഭാസമായിട്ട് സാധാരണ നമ്മൾ പറയും ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയും, മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് പോലെ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചില പ്രത്യേക കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു വോട്ട് സ്ഫോടനമല്ലേ നടന്നിട്ടുള്ളത്. ചില ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ കരുതിയ വോട്ടുകളൊന്നും നിങ്ങൾക്കൊപ്പമില്ല. ഇത് മോദിയുടെ 400 സീറ്റ് തികയ്ക്കാൻ പോകുന്നുവെന്ന പ്രചണ്ഡ പ്രചരണത്തിന് മുന്നിൽ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റികളിൽ നിന്ന് കുറച്ച് വോട്ടുകൾ മാറി എന്നതിനും അപ്പുറം അടിസ്ഥാനമായി കേരളം മാറിയിട്ടില്ലല്ലോ ടി പി ജയചന്ദ്രൻ മാഷേ. അതാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു, കരുതിയിരിക്കണം. നമ്മൾ ഭരിച്ചിരുന്ന ഇടത്തേക്ക് മൂന്നാമതൊരാൾ വരാൻ പോകുന്നു എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ടി പി ജയചന്ദ്രൻ. ഡോക്ടർ അരുൺകുമാറിന് ഇതിനെക്കുറിച്ച് മാറ്റി ചിന്തിക്കണമെങ്കിൽ കുറച്ച് കാലം കൂടി കാത്തിരിക്കേണ്ടി വരും അരുൺകുമാറെ. അത് അരുൺകുമാറിന്റെ മാത്രം കുഴപ്പമല്ല. അരുൺകുമാർ വെച്ച ഒരു കണ്ണടയുടെ വിഷയം കൂടി അതിനകത്തുണ്ട്. അല്ല, ഞാൻ സമ്മതിച്ചു, നിങ്ങൾ 11 മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തും 8 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും 110 മണ്ഡലങ്ങളിൽ UDF ആണ് മുൻപിൽ നിൽക്കുന്നത്, കോൺഗ്രസ് ആണ് മുന്നിൽ നിൽക്കുന്നത് എന്നതാണ് വാസ്തവം. അതവിടെ നിൽക്കട്ടെ, ഞാൻ അങ്ങയിലേക്ക് 2-ാം റൗണ്ടിൽ തിരിച്ചു വരാം. ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ, നോക്കൂ, കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ, ഉദുമ, കാഞ്ഞങ്ങാട് തുടങ്ങിയ സുപ്രധാന മണ്ഡലങ്ങളിൽ 30 സെക്കൻഡ്. ഒരു 30 സെക്കൻഡ്. ശരി, എല്ലാവർക്കും 30 സെക്കൻഡ്സ് ബോണസ് ആണ് ചർച്ചയിൽ. താങ്കൾക്കും ഇത്രയുള്ള അരുണേ, കേരളത്തിലെ ആലപ്പുഴ, ആലത്തൂർ, തൃശ്ശൂരിൽ 1,00,000 വോട്ട് വർദ്ധിപ്പിച്ചത് BJPയുടെ നിസ്സാരമായി താങ്കൾക്ക് കാണാനാകുമോ? ആറ്റിങ്ങൽ, കണ്ണൂർ, കൊല്ലം, കാസർഗോഡ്, വയനാട് 50,000-ലധികം വോട്ടുകൾ വർദ്ധിപ്പിച്ചത് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റമല്ലെന്ന് കാണാൻ നമുക്ക് സാധിക്കും. എനിക്ക് 1 സെക്കൻഡ് വേണ്ട, അത്രയും മതി.